Hi guys, welcome back to my channel. ഇന്ന് നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ ഫസ്റ്റ് ഡേ ആട്ടോ. ഞാൻ ആദ്യം തന്നെ വെയിറ്റ് നോക്കാൻ പോവാണ്. വെയിറ്റ് നോക്കിയപ്പോഴത്തേക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ട്. എനിക്ക് 63 കിലോ ആയിട്ടാണ്. നമ്മൾ എഗ് ഡേറ്റ് ഒക്കെ എടുത്തിട്ട് 61 കിലോ ആക്കിയതായിരുന്നു. ഇപ്പം വീണ്ടും 63 കിലോ ആയിട്ടുണ്ട്. വെയിറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് എന്നാലും വെയിറ്റ് കുറച്ചെടുക്കാം. ചലഞ്ച് ചെയ്ത് എത്ര കിലോകളും കുറയും നോക്കാം വെയിറ്റ്. വെയിറ്റൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട്. ഇത് ചെറു ചൂട് വെള്ളത്തിൽ ഒരു നാരങ്ങയുടെ പകുതി കേട്ടോ, അത് പിഴിഞ്ഞ് വെള്ളം കുടിക്കുന്നതാണ്. എല്ലാ ദിവസവും കുടിക്കുന്നതാണ് ഞാൻ. ഇത് തന്നെ നിങ്ങൾ കുടിക്കണമെന്നില്ല. നിങ്ങളിപ്പോൾ ഏതാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ കുടിക്കുക. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ജീരകം കൂടെ ആഡ് ചെയ്ത് കുടിക്കാം കേട്ടോ. ജീരകം കൂടെ ചേർത്തിട്ട് ചെറു ചൂടുവെള്ളം ജീരകം കൂടെ ചേർത്തിട്ട് അതങ്ങനെ കുടിക്കാം കേട്ടോ. അത് നല്ലതാണ്. ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ച 9 മണിയൊക്കെ ആയപ്പോഴാട്ടോ. അതായത് മുട്ടയും ഒരു 2 മുട്ടയും അതിനകത്ത് ക്യാരറ്റും അതേപോലെ ഉള്ളിയൊക്കെ ചിക്കി വറുത്ത് എടുക്കുന്നത് അതേപോലെ എടുത്തിരിക്കുന്നത് കേട്ടോ. തോനെ ക്യാരറ്റ് ഉള്ളിയൊക്കെ ചേർത്തിട്ട് അതാണ് രാവിലെ കഴിച്ചത്. രാവിലെ തന്നെ മുട്ട കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് കൂര വെച്ച് പുട്ടോ അല്ലെങ്കിൽ ദോശയൊക്കെ കഴിക്കാം. ഒരു ദോശയോ അല്ലെങ്കിൽ കൂര വെച്ച് ഒരു പുട്ടിൻ്റെ പകുതിയൊക്കെ ഉള്ള അങ്ങനെ പുട്ട് കഴിക്കാം. അല്ലെങ്കിൽ അത് വരുമ്പോൾ സാധാരണ നമ്മൾ വീട്ടിലുള്ള ദോശയില്ലേ ആര് വെച്ചാൽ ആ ദോശ തന്നെ ഒരു ദോശയും കുറച്ച് ചട്നിയായിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ മുട്ട കഴിക്കാൻ രാവിലെ മുട്ട കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കാട്ടോ പറഞ്ഞത്. 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഓറഞ്ച് കഴിച്ചായിരുന്നു. ഇപ്പോൾ ഓറഞ്ച് നല്ലതാണ് വെയിറ്റ് ലോസിന്. അങ്ങനെ ഓറഞ്ചിൽ വിറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. തന്നെ അത് വെയിറ്റ് ലോസിന് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഓറഞ്ച് തന്നെ കഴിക്കണമെന്നില്ല. നമുക്ക് റോബസ്റ്റ് കഴിക്കാം അല്ലെങ്കിൽ ആപ്പിൾ കഴിക്കാം. ഒരു ആപ്പിൾ കഴിക്കാം കേട്ടോ. റോബസ്റ്റ് ആണെങ്കിൽ ഒരു ചെറിയ റോബസ്റ്റൊക്കെ ആണെങ്കിൽ 1 2 കഴിക്കാം. റോബസ്റ്റ് ആണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ 2-3 ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം കേട്ടോ. ഒരു 11 മണിയൊക്കെ ആ സമയത്ത്. പിന്നെ അതേപോലെ നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാൻ മാത്രം ഒരു കുറവ് വരുത്തില്ല കേട്ടോ. വെള്ളം കുടിക്കുക. ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. ചെറു ചൂടുവെള്ളമാണെങ്കിൽ അത്രയ്ക്ക് നല്ലത് കേട്ടോ. ഇഞ്ചി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അവിയലാണ്. അവിയലും അത് വറുത്ത മീനും കേട്ടോ. ഒരു എണ്ണയൊന്നും ഉപയോഗിക്കാതെ വറുത്തെടുത്തിരിക്കുന്നത് കേട്ടോ. അതിനോട് കുറച്ച് മീൻകറിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അവിയലിനകത്ത് കാണുന്ന കുറച്ച് മീൻകറിയും കൂടെ ഒഴിച്ചിട്ടുണ്ട് അതിനടുത്ത്. ഇഞ്ചിന് അവിയൽ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വെഴുക്കായിട്ട് എടുക്കണമെങ്കിൽ തോരൻ എടുക്കാം. നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതെടുക്കാം കേട്ടോ. അതേപോലെ ചോറ് കഴിക്കുന്നവർക്കാണെങ്കിൽ കുറച്ച് ചോറ്, അതേപോലെ കൂടുതലും ഇതേ മലക്കറി അവിയലും അങ്ങനെ മലക്കറികളൊക്കെ കൂടുതലും എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിക്കൻ എടുക്കാം, അതിൽ മീൻ എടുക്കാം, മീൻ കറി എടുക്കാം, അങ്ങനെ അതൊക്കെ എടുക്കാം കേട്ടോ. അതൊക്കെ കൂട്ടി നിങ്ങൾക്ക് കഴിക്കാം. ചിക്കൻ്റെ അളവ് മാത്രം നോക്കിയാൽ മതി. ഒരു ചെറിയ കഷ്ണം ചിക്കൻ കേട്ടോ. വൈകുന്നേരം നമ്മൾ വേറൊന്നും കഴിച്ചൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് 5:30 എടുത്തത്. 5:30 മുതൽ 6:30 വരെയായിട്ട് വർക്കൗട്ട് ചെയ്തത്. ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അത്ര 6:30 വരെ പോയത്. അന്നേരം ഞാൻ സൂംബ വർക്കൗട്ട് തന്നെയാണ് ചെയ്തത്. ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വർക്കൗട്ട് തന്നെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഡിന്നർ ഞാൻ ടൊമാറ്റോ സൂപ്പാണ് കുടിക്കുന്നത്. അതിൻ്റെ റെസിപ്പി കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ തക്കാളിയും ഒരു വലുതും എടുത്തിട്ടുണ്ട് കേട്ടോ. 2 എടുത്തിരിക്കുന്നത് തക്കാളി. ഈ തക്കാളി നമുക്ക് കുഞ്ഞുകുഞ്ഞോടെ അരിയണം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. തക്കാളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കാരണം അത് നമുക്ക് കുറച്ച് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് എളുപ്പത്തിനാട്ടോ അങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ വലിയതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് വെന്ത് കിട്ടാൻ കുറച്ച് പാടെ. പിന്നെ നമ്മൾ വീണ്ടും ജാറിലിട്ട് അരച്ചെടുക്കേണ്ടതൊക്കെ വരും. അതുകൊണ്ടാണ് നമുക്ക് കുഞ്ഞുകുഞ്ഞോടെ അരിഞ്ഞിട്ട് കുറച്ചുകൂടി എളുപ്പമാണ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് അങ്ങനെ കുഞ്ഞുകുഞ്ഞോടെ അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി നമ്മൾ കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്. കുക്കറിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുന്നത്. 1 സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അന്നേരം ഇത് വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ വറ്റൽ മുളക്, പിന്നെ ഏലക്ക എടുത്തിട്ടുണ്ട്, ജീരകം കേട്ടോ. ജീരകം നമ്മൾ പെരുംജീരകം എടുത്തിട്ടുണ്ട്, നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എരിവിനനുസരിച്ച് കുരുമുളക് എടുക്കുക കേട്ടോ. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഗ്രാമ്പുവും പട്ടയും ഏലക്കയൊക്കെ ഇല്ലേ ജീരകമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് നല്ല മൂത്ത് വരണം കേട്ടോ. നമ്മൾ കുരുമുളക് പൊടി ഇപ്പം ചേർക്കുന്നില്ല. കുരുമുളക് നമ്മളിപ്പം ചേർക്കുന്നില്ല കേട്ടോ. പിന്നെയാണ് ചേർക്കുന്നത്. അതാണ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് പച്ച മണമൊക്കെ ഒന്ന് മാറി വരട്ടെ ഇതിൻ്റെയൊക്കെ. എന്നിട്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ചെറുതിന് കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ചെറിയ കട്ട് ചെയ്തിടുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ഇല്ലേ, നമ്മൾ നേരത്തെ കുഞ്ഞോടെ അരിഞ്ഞ് വെച്ച തക്കാളി അത് നമുക്ക് ഇന്നത്തെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നല്ല വെന്ത് വരണം കേട്ടോ. നല്ലപോലെ വെന്തൊന്ന് വരണം തക്കാളി. ഇനി ഇതിലൂടെ നമ്മൾ കുറച്ച് ഉപ്പായിട്ട് ആഡ് ചെയ്ത് ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ഇതനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നേരത്തെ എടുത്തത് കുരുമുളകില്ല. കുരുമുളക് ജസ്റ്റ് ചതച്ചിട്ട് കല്ലിൽ ചതച്ചിട്ട് അതെടുത്തിട്ടുണ്ട്. കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അല്ലെങ്കിൽ കുരുമുളക് പൊടിയായാലും എടുത്താൽ മതി കേട്ടോ. കുരുമുളകിനും എടുക്കണമെന്നില്ല, കുരുമുളക് പൊടിയായാലും മതി. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിന് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സൂപ്പ് നല്ല ടേസ്റ്റുള്ള സൂപ്പാണ്, നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ പറ്റും. ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ഇതിന് മുമ്പ് റാഗി സൂപ്പിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സൂപ്പാണ് അത് കുടിക്കാൻ കിട്ടും. പിന്നെ അതിനെക്കാട്ടി കുറച്ചും കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു സൂപ്പായിരിക്കും. കാരണം അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. നമ്മളത് ഒരു വിസിലൊക്കെ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഉടച്ചെടുക്കുന്നുണ്ട്. ഈ തക്കാളിയും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഉടച്ച് അതിനെ അരിച്ചെടുക്കണം. അരിപ്പ് വെച്ച് അരിച്ച് ആ തക്കാളിയും ഏലക്കയും അതൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് അരിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ കുടിക്കാൻ താല്പര്യം, അങ്ങനെ കുടിക്കണമെങ്കിൽ അരിച്ച് മാറ്റി കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. നമ്മൾ സൂപ്പ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ടേസ്റ്റ് എമ്മി ആയിട്ടുള്ള സൂപ്പാണിത്. ഡിന്നറിനൊക്കെ കുടിക്കാൻ പറ്റിയ സൂപ്പാണ്. ഡിന്നറിന് ലഞ്ചായിട്ടൊക്കെ കുടിക്കാൻ കിട്ടുന്ന സൂപ്പ്. ഡിന്നറിന് ഈ സൂപ്പ് മാത്രമേ കുടിച്ചോളൂ. എന്നാൽ ഇത് കുടിക്കുമ്പോൾ നമുക്ക് വയറ് നിറയും കേട്ടോ. വേറെ ഒന്നും കഴിക്കൊന്നും വേണ്ടി ഇത് കുടിക്കുമ്പോൾ നമുക്ക് വയറ് നിറയുന്നത് നല്ല ടേസ്റ്റുമാണ്. വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ടേസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. ടേസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഡേ വെയിറ്റ് ലോസ് ചലഞ്ചിൽ ഫസ്റ്റ് ഡേ ഞാൻ കഴിച്ചിരിക്കുന്നത്. നിങ്ങൾ മടിയൊന്നും കൂടെ ഡയറ്റ് എടുക്കുക. ഡയറ്റും നമ്മൾ വർക്കൗട്ടും ഒക്കെ ചെയ്യുക, മടിയൊന്നും കൂടാതെ തന്നെ. നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. അന്നേരം